ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ബിരിയാണി കഴിക്കാൻ പോവാണ്, ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടെ കോർമംഗല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവിടെയാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് ഹൈദരാബാദി കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഇനി ഒട്ടും സമയമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കോർമംഗലയിലുള്ള ഹൈദരാബാദി ബിരിയാണി കേട്ടോ. അതാണ് ഇവരുടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ ഹൈദരാബാദി ബിരിയാണി എന്നിട്ട് ഇത് മുകളിലാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇതാ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ ഫുഡിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ, ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ചെന്ന് നോക്കാം. ഹോട്ടലിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ തന്നെയാണ് ഐസ്ക്രീമിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കാനാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 12:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇവിടെ എത്തുമ്പോൾ. ആ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താ പറയുക, രാത്രി ആകുമ്പോഴത്തേന് ഫുഡ് കഴിയും കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം നമുക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നേരം വൈകി ഓർഡർ ചെയ്തപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ്. നല്ല മൂവിങ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഇവരുടെ മെനു ആണിത്. മെനു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. നോൺ വെജിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവരുടെ ബിരിയാണി തന്നെ പല വെറൈറ്റി ബിരിയാണി ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്നത് മട്ടൻ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ എത്തിയിട്ടുണ്ട്. ബിരിയാണി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇവർ തന്നെ ഉണ്ടോ നമുക്ക് സെർവ് ചെയ്ത് തരുന്നത് ബിരിയാണി. അത്യാവശ്യം ഒരു 3-4 പീസൊക്കെ ഉണ്ട്. മട്ടൻ്റെ പീസുണ്ട്. നല്ല ലോങ് റൈസാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ബിരിയാണി. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ 2 പേർക്ക് ഈസി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ രാവിലെ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ആ റൈസിൻ്റെ ഒക്കെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. പിന്നെ ഇവർ ഇതിൻ്റെ കൂടെ മറ്റേ സാലിന പോലത്തെ ഒരു സംഭവം തരുന്നുണ്ട്. ഇവരുടെ ഒരു കറിയാണ്. ഇതൊഴിച്ചിട്ടാണ് സാധാരണ കഴിക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇത് ഒഴിക്കാണ്ടാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ അവിടെ അങ്ങനെ ബിരിയാണിയിൽ ഇതൊന്നും ഒഴിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ മട്ടൻ ഹൈദരാബാദി ബിരിയാണിയാണ്. കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് മുമ്പും നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെ ഉണ്ട് ഫാസ്റ്റ് പറയുന്നത്. അപ്പോൾ കഴിച്ച് നോക്കുക. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് കോർമംഗലയിലാണ്. ഹൈദരാബാദി ബിരിയാണി എന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് പുറത്ത് ബോർഡ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്, ആ പഴയ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ നോക്കാം, കഴിക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. മട്ടൻ്റെ പീസിൽ നിന്ന് ഒരു ചെറിയ പീസ് മട്ടൻ എടുക്കാം കേട്ടോ. എന്താ പറയുക, മീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മീറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുക്കായിട്ടുണ്ട് മീറ്റ്.
കറക്റ്റ് എരിവും എന്താ പറയുക ഹൈദരാബാദി ഒറിജിനൽ ബിരിയാണി എന്ന് തന്നെ പറയുള്ളൂ കേട്ടോ. കാരണം നല്ല ലോങ് റൈസാണ്, അരിയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുമ്പോൾ ആ ഒരു ലോങ് റൈസും ആ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ മറ്റേ സ്പെഷ്യൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് മസാല കേട്ടോ, കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. മീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മീറ്റാണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 പേർക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നന്ദന പാലസത്തെ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പക്ഷേ കുറച്ച് സ്പൈസി ബിരിയാണിയാണ് കേട്ടോ. പക്ഷേ ഇത് അത്ര തന്നെ സ്പൈസി ഒന്നുമില്ല, കറക്റ്റ് ഒരു എരിവും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഹൈദരാബാദി ദം ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ഇവർ ദമ്മിട്ടിട്ട് തന്നെയാണ് വെക്കുന്നത്. എനിക്കും ഫാസിക്കും ഒരുപോലെ ഇഷ്ടമായിരിക്കണം കേട്ടോ ഹൈദരാബാദി ദം ബിരിയാണി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണി കഴിച്ച് ഇറങ്ങി കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് കുറേ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മേഘന, നന്ദന പാലസ്, പിന്നെ നാഗാർജുന പാരഡൈസ്, അങ്ങനെ കുറേ ബിരിയാണി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് എന്ന് തോന്നുന്ന ബിരിയാണി എന്ന് പറയുന്നത് ഹൈദരാബാദി ബിരിയാണിയാണ്. ഹൈദരാബാദി സ്പെഷ്യൽ മട്ടൻ ബിരിയാണി കേട്ടോ, അതാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇവിടെ കോർമംഗലയിൽ വന്നിട്ട് ഇവരുടെ ഹൈദരാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, കഴിച്ചിട്ട് നിരാശപ്പെടില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയാൻ കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നിട്ട് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 2nd ഫ്ലോറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ബിരിയാണി കഴിച്ച് നേരെ നമ്മൾ നടന്നത് എംപയർ ഹോട്ടലിലേക്കാണ്. എംപയർ ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഹൈദരാബാദി ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എംപയർ ഹോട്ടലിൽ പുറത്ത് ഇതുപോലെ പാന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാന് ചോക്ലേറ്റ് ആണ്. അവിടെ വേറെയും കുറേ ഫ്ലേവർ ഉണ്ട്, നമ്മുടെ ചോക്ലേറ്റ് മാത്രം കേട്ടോ. ഇതുപോലത്തെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്ട്രോബെറി, മലായി, മാംഗോ, ചോക്ലേറ്റ് അതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് പാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തൊന്ന് നോക്കട്ടോ, ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്.